ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൂനെക്ക് പോകും. അപ്പം നമ്മൾ IITM പൂനെയിലൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ട്രെയിൻ എന്ന് പറയുന്നത് അജ്മീറിനാണ്, അജ്മീർ ടു പൂനെ. അപ്പോൾ നമ്മൾ ആദ്യം അജ്മീറിലേക്ക് പോകാനുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് ബസ് സ്റ്റോപ്പാണെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബാഗ് ഉണ്ട്, പിന്നെ ഇവിടെ ലഗേജൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഈ കുട്ടിയും കൂടെയാണ് പോകുന്നത്. ലഗേജൊക്കെ വെച്ചിട്ടുണ്ട്, ഇത്രയും ലഗേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ബസ് വന്ന ഉടനെ നമ്മൾ പോകുന്നതായിരിക്കും അജ്മീറിലേക്ക്. ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ ഒരു 2:30 ഒരു 3 മണി ടൈം, 3:30 മണിയായിട്ടുണ്ട്. നല്ല ചൂടാണ്. ഓക്കെ, ഹായ് പറയൂ. ചൂടായണ്ടാട്ടോ ഇങ്ങനെ മൂടിയൊക്കെ നിൽക്കുന്നേ. എന്താ നമ്മൾ അജ്മീർ സ്റ്റേഷൻ എത്തിയിട്ടോ. അജ്മീർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ. ഇനി ട്രെയിൻ കണ്ടുപിടിക്കണം, പ്ലാറ്റ്ഫോം നമ്പറൊക്കെ കണ്ടുപിടിക്കണം. ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇവിടുത്തെ വൈകുന്നേരം 5:05 ട്രെയിൻ. ഇപ്പോൾ 4:00 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രെയിൻ കണ്ടുപിടിക്കാല്ല. പ്ലാറ്റ്ഫോം ഏതാണെന്ന് എത്തട്ടെ, പ്ലാറ്റ്ഫോമിലേക്ക് എത്തട്ടെ. നമുക്ക് പോകേണ്ട പ്ലാറ്റ്ഫോം കണക്ക് ഞാൻ മിക്കവാറും ട്രെയിനിൽ കയറിയിട്ടായിരിക്കും ഇനി വരിക കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഒരു 24 hours ട്രാവലുണ്ട്. നാളെ നമ്മൾ 4:30 എത്തുന്നത്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ജനറലിലാണ് കയറിയത്. നമ്മൾ വേറൊരു സ്റ്റേഷനിലാണ് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി മാറും. നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ബാഗ് എല്ലാം റെഡി ആയിട്ടോ. ഇതിപ്പോൾ ജയ്പൂർ സ്റ്റേഷൻ എത്തിയിട്ട്, ഇത് ജയ്പൂർ സ്റ്റേഷനാണ്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ കയറാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ആ ക്ലാസ്സിലെ 3 പേരാട്ടോ പോകുന്നത്. ഒരു കുട്ടിയും കൂടെ കയറാനുണ്ട്. അപ്പോൾ അവൻ കയറിയപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് മനു പൂരിയും പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ ഒരു അച്ചാറും കൊണ്ടുപോയിട്ട് കഴിക്കാനായിട്ട്. വേറെ കുറേ ഐറ്റംസ് ഉണ്ട് കഴിക്കാൻ. പൂരിയും പിന്നെ വേറെ എന്താണ് ഒരു മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ. ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഗാർലിക് ചട്നി. ഓക്കെ, ഗാർലിക് ചട്നി, പിന്നെ ഒരു കിഴങ്ങിൻ്റെ ഒരു കറി, പിന്നെ പൂരി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ. പൂവേ. ഓക്കെ, പൂവേ. അപ്പം നമ്മൾ ഗുജറാത്ത് പിന്നെ മറ്റും വെള്ളത്തിൽ അപ്പം നമ്മളിപ്പോൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ ഒരു 10 മണി 10:45 നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വാട്ടർ മെലണൊക്കെ കഴിച്ചത്. വാട്ടർ മെലൺ കഴിച്ചു. പിന്നെ എന്താ കഴിച്ചത്, പഴം കഴിച്ചു. ഇനി ഒരു വൈകുന്നേരം 4:30 നമ്മൾ എത്തുന്നുണ്ടാവുക അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക്. സോ നമ്മളിപ്പോൾ യാത്രയിലാണ്. നമ്മളിപ്പം ഇത് ഗുജറാത്ത് സൂറത്ത് ഭാഗമാണ് കേട്ടോ. സൂറത്ത് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മഹാരാഷ്ട്ര ഉണ്ട്. നമ്മൾ മഹാരാഷ്ട്ര കയറി കേട്ടോ ഈ സമയമായപ്പോൾ. അപ്പം നമ്മൾ ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര 3 സ്റ്റേറ്റ്സ് പാസ് ചെയ്താണ് കേട്ടോ ഇങ്ങോട്ട് കയറിയത്. പിന്നെ രാജസ്ഥാനിൽ നിന്നാണല്ലോ വന്നത്. ഇപ്പോൾ 3 സ്റ്റേറ്റ്സ് നമ്മൾ പാസ് ചെയ്തു. ഇനി ഇവിടെ നിന്നും ഒരു ശരിക്കും സമയമുണ്ട് കേട്ടോ പോകാനായിട്ട്. എന്തായാലും ഇവിടെ നിന്ന് ഒരു 5 മണിക്കൂറെങ്കിലും എന്തായാലും ഉണ്ടാവും ഇനി നമുക്ക് എത്താനായിട്ട്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം
ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ്റെ പേര്. ട്രെയിൻ ഒരു 1 hour ഡിലേ ആയിരുന്നു. നമ്മൾ സ്റ്റേഷനെത്തി നമ്മളെല്ലാം ലഗേജൊക്കെ ഇട്ട് ഇറങ്ങി. അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ഇറങ്ങി. ഇത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേഷനായിരുന്നു ട്രെയിനിൽ. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷനുണ്ട്. ഈ സ്റ്റേഷൻ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിയതായിരുന്നു. ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് എത്തുകയെന്നുള്ളതായിരുന്നു. സോ നമ്മൾ അതിനുള്ള സ്റ്റേഷനിൽ നടക്കുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഊബർ വണ്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. പിന്നെ നമ്മൾ ഇതൊരു 6 മണി ടൈമായിരുന്നു കേട്ടോ. അതിന് ഇവിടെ നിന്നൊരു 1/2 hour ട്രാവലേ ഉള്ളൂ നമുക്ക് നമ്മുടെ IITM-ലേക്ക്. പക്ഷേ ഈ സമയം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി ടൈം കൂടുതലെടുത്തു അവിടെ എത്താനായിട്ട്. അപ്പം IITM പൂനെ തന്നെ നമുക്ക് അക്കോമഡേഷൻ എല്ലാം ഉണ്ട്. അവിടെ പൃഥ്വി ദ ഹാൾ ഓഫ് റെസിഡൻസ് അവിടെയാണ് നമ്മുടെ അക്കോമഡേഷനൊക്കെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു അക്കോമഡേഷൻ. നമ്മൾ താമസിക്കുന്ന അവിടേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് IITM പൂനെ ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ പേരൊക്കെ എഴുതി നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ബായ്. അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.